ശരി. ശ്രീ വസന്തതെങ്ങമ്പള്ളി, ഈ എക്സിറ്റ് പോളുകളൊക്കെ പറയുന്ന അനുസരിച്ച് കേരളത്തിൽ വലിയ നേട്ടം യു ഡി എഫിന് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ്. എങ്ങനെ കാണുന്നു വസന്തതെങ്ങമ്പള്ളി? അല്ല, കേരളത്തിൽ യു ഡി എഫിന് വലിയ നേട്ടം ഉണ്ടാകുമെന്നത് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ അത് ഏതെങ്കിലും എക്സിറ്റ് പോളിന്റെ പുറത്താണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. എക്സിറ്റ് പോളുകളെ പറ്റി പറയാനുള്ളത് ഇന്നലെ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി പറഞ്ഞത് മോദി പോളാണ്. കേരളത്തിലും അതങ്ങനെ ഒക്കെ തന്നെയാണ്. നോക്കൂ, തമിഴ്നാട്ടിൽ കോൺഗ്രസ് മത്സരിക്കുന്നതിനേക്കാൾ കൂടുതൽ സീറ്റിൽ ജയിക്കുമെന്നാണ് ചില എക്സിറ്റ് പോളുകളിൽ പറയുന്നത്. തമിഴ്നാട്ടിൽ കോൺഗ്രസ് 9 സീറ്റിൽ മത്സരിക്കുന്നു, കോൺഗ്രസ് ജയിക്കുമെന്ന് എക്സിറ്റ് പോൾ പറയുന്നത് 13 സീറ്റിലാണ്. ഞങ്ങൾ മത്സരിച്ചിട്ടില്ലാത്ത സീറ്റിൽ പോലും ഞങ്ങൾ ജയിക്കുമെന്ന് പറയുന്ന എക്സിറ്റ് പോളുകളെ തൽക്കാലം, അത് കേരളത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും വിശ്വാസത്തിലെടുക്കാൻ തൽക്കാലം ഞങ്ങൾക്കാവില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ, കേരളമാണ് അങ്ങയുടെ ചോദ്യത്തിന്റെ ഇത് എന്നതുകൊണ്ട് കേരളത്തിലേക്ക് വരുമ്പോൾ 20 സീറ്റുകളിലും കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ആലപ്പുഴ അടക്കമുള്ള 20 സീറ്റുകളിലും ഈ തവണ വിജയിക്കാൻ സാധിക്കും. അതും ചെറിയ വിജയമല്ല, വലിയ മാർജിനിൽ വിജയിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഉള്ളത്. കാരണം 2 ഗവൺമെന്റുകൾക്കെതിരായ വലിയ ആന്റി കേരളത്തിലുണ്ട്. ഒന്ന്, സംസ്ഥാന ഗവൺമെന്റ് നടത്തി വരുന്ന അവരുടെ ജനദ്രോഹ നടപടികൾ. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോലും അവർക്ക് കൃത്യമായി പെൻഷൻ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. 6 മാസത്തെ പെൻഷൻ പെൻഡിങ്ങിൽ നിൽക്കുമ്പോഴാണ് സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോയത്. പെട്രോൾ വില വർധനവിൽ 2 രൂപ അധിക സെസ് നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ട് പറഞ്ഞത് ഇത് ക്ഷേമ പെൻഷൻ സെസ് എന്നാണ് പറഞ്ഞത്. രാജ്യത്തോ ലോകത്തോ നമ്മൾ അങ്ങനെ ഒരു സെസ് കേട്ടിട്ടുണ്ടോ? ആ സെസ് ഉണ്ടായിട്ട് പോലും CAG റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്. വളരെ കൃത്യമായി അതിൽ നിന്ന് 70% ഫണ്ട് പിരിച്ചെടുക്കാൻ വേണ്ടി സർക്കാരിന് സാധിച്ചിട്ടില്ല. അങ്ങനെ ഭരണരംഗത്ത് പരാജയമായ ഒരു സർക്കാരാണ് സംസ്ഥാനത്തുള്ളത്. കേന്ദ്രത്തിലാണെങ്കിൽ തുടക്കം തൊട്ട് വർഗീയത മാത്രം പറയുന്ന ഒരു നേതാവും ആ നേതാവിൽ അങ്ങനെയുള്ളവരെ തീർച്ചയായും കേരളം പുച്ഛിച്ചു തള്ളുമെന്നതിൽ സംശയമില്ല. കേരളത്തിൽ ഒരു സീറ്റിൽ പോലും ഇത്തവണ BJP 2ാം സ്ഥാനത്തും വരാൻ പോകുന്നില്ല. കേരളത്തിൽ ഞങ്ങൾ എല്ലാ സീറ്റുകളിലും മത്സരിച്ചത് CPM-ഉമായിട്ട്. ആ എല്ലാ സീറ്റുകളിലും ഞങ്ങൾ വിജയിക്കുമെന്നതിൽ ഞങ്ങൾക്ക് സംശയമില്ല. ഇനി നാഷണൽ ലെവലിലാണെങ്കിൽ ഇന്ത്യ സഖ്യം ഒരു വലിയ കൃത്യമായ മാർജിനോടുകൂടി നാളെ സർക്കാർ രൂപീകരിക്കാനുള്ള ചർച്ചകൾ നാളെ വൈകിട്ടത്തോടു കൂടി ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അവിടെ കാര്യങ്ങളുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. ഒന്ന്, ഇപ്പോ സുപ്രീം കോടതിയിൽ അടക്കം നിൽക്കുന്ന വിവിധ റിട്ടുകളുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ മോദി കമ്മീഷനായി മാറി. ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് പുറത്തുവിടുന്ന കണക്കല്ലായിരുന്നു നാളെ വിടുന്നത്. അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ പോലും മോദിക്ക് വേണ്ടി വിടുപണി ചെയ്ത രാജ്യം 2014-ലും. അപ്പൊ ഈ തോക്കുമെന്ന് മുൻകൂട്ടി ഉള്ള ഒരു ജാമ്യമെടുപ്പാണോ തെങ്ങമ്പള്ളിക്കുള്ളത്? ആത്മവിശ്വാസക്കുറവുണ്ടോ രാജ്യത്ത്? അതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറയുന്നു. കാരണം ജയിച്ചു പോയി കഴിഞ്ഞാൽ അവര് തിരിച്ചടിക്കില്ലേ? യാതൊരു ആത്മവിശ്വാസക്കുറവുമില്ല. അതിനെല്ലാം കവർ ചെയ്യുന്ന, അതാണ് ഞാൻ പറഞ്ഞു വന്നത്, അതിനെല്ലാം കവർ ചെയ്യുന്ന വലിയ മാർജിൻ ജനം തവണ മാറിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എത്ര ഇവർക്ക് മാറ്റാൻ പറ്റും? 10% ഡിഫറൻസ് അല്ലേ മാക്സിമം വരുത്താൻ പറ്റൂ? ജനം 50% ഞങ്ങളുടെ കൂടെയാണെങ്കിൽ എങ്ങനെ അവർക്ക് അതിനകത്ത് മാറ്റം വരുത്താൻ സാധിക്കും? 40% നിങ്ങൾക്ക് മേൽക്കൈ ഉണ്ടാകും. ശരി വസന്തതെങ്ങമ്പള്ളി, നമുക്ക് നാളെ കാണണം.